ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കപ്പൽ ടൈറ്റാനിക് 1912 ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങിയ ഈ കപ്പൽ ഇന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി, ചൊവ്വയിലേക്ക് റോബോട്ടുകളെ അയച്ചു, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അത്യാധുനിക സബ്മറൈനുകൾ നിർമ്മിച്ചു. എന്നിട്ടും ഒരു ചോദ്യം ഇന്നും പലരുടെയും മനസ്സിലുണ്ട്: ടൈറ്റാനിക് പുറത്തെടുത്താൽ പോരെ? പണമില്ലാത്തതുകൊണ്ടാണോ? സാങ്കേതിക വിദ്യ പോരാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ലോകം മനഃപൂർവ്വം അതിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചതാണോ? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ടൈറ്റാനിക്കിനെ പുറത്തെടുക്കാത്തതിന്റെ എല്ലാ യഥാർത്ഥ കാരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. 1912 ഏപ്രിൽ 15 ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ യാത്രക്കിടെയാണ് ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയത്. ഏകദേശം 1500-ലധികം ആളുകൾക്ക് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. പല പതിറ്റാണ്ടുകളോളം കപ്പലിന്റെ സ്ഥാനം ആർക്കും അറിയില്ലായിരുന്നു. 1985 സമുദ്ര ഗവേഷകനായ റോബർട്ട് ബല്ലാർഡ് നേതൃത്വം നൽകിയ സംഘം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കപ്പൽ മുഴുവനായല്ല കിടക്കുന്നത്, മുങ്ങിയപ്പോൾ അത് രണ്ടായി പിളർന്നു. മുൻഭാഗവും പിൻഭാഗവും ഏകദേശം 600 മീറ്റർ അകലെയാണ് കിടക്കുന്നത്. ഇവ കിടക്കുന്നത് ഏകദേശം 3800 മീറ്റർ ആഴത്തിലാണ്. അത്രയും ആഴം എന്നത് 4 ബൂർജ് ഖലീഫകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചാലും എത്താത്ത ദൂരമാണ്. 3.8 കിലോമീറ്റർ ആഴത്തിലുള്ള സമുദ്രം മനുഷ്യന് ഏറ്റവും അപകടകരമായ ഇടങ്ങളിൽ ഒന്നാണ്. ഇവിടെയുള്ള ജലസമ്മർദ്ദം ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിന്റെ ഏകദേശം 380 മടങ്ങാണ്. സാധാരണ ഇരുമ്പ് അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ വളയുകയോ തകരുകയോ ചെയ്യും. അതുകൊണ്ടാണ് സാധാരണ സബ്മറൈനുകൾക്ക് അവിടെ പോകാൻ കഴിയാത്തത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആഴക്കടൽ വാഹനങ്ങളും റോബോട്ടുകളും മാത്രമാണ് അവിടെ എത്തുന്നത്. അവ പ്രവർത്തിപ്പിക്കുന്നതിനും വളരെ ചെലവേറിയതാണ്. പലരും കരുതുന്നത് ടൈറ്റാനിക് ഇപ്പോഴും ഒരു വലിയ ഇരുമ്പ് കപ്പലായി കിടക്കുകയാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. 100 വർഷത്തിലേറെയായി കടലിനടിയിൽ കിടക്കുന്നത് കൊണ്ട് ഇരുമ്പിന്റെ വലിയൊരു ഭാഗം നശിച്ചു. റസ്റ്റക്കിൾസ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ ഇരുമ്പ് പതുക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കപ്പലിന്റെ പല ഭാഗങ്ങളും കൈകൊണ്ട് സ്പർശിച്ചാൽ പോലും തകരുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അതിനെ ഉയർത്താൻ വലിയ കയറുകളോ ക്രെയിനുകളോ ഉപയോഗിച്ചാൽ അത് മുഴുവനായും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ചരിത്രം രക്ഷിക്കാൻ ശ്രമിച്ച് ചരിത്രം തന്നെ നശിക്കാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ കപ്പൽ ഉയർത്തുന്നത് പോലെയല്ല ടൈറ്റാനിക്. ആദ്യം ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഭാഗങ്ങൾ സുരക്ഷിതമാക്കണം. പിന്നീട് പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ, ക്രെയിനുകൾ, റോബോട്ടുകൾ, കപ്പലുകൾ എന്നിവ ഉപയോഗിച്ച് പതുക്കെ ഉയർത്തണം. ഇതിന് വർഷങ്ങളോളം സമയം വേണ്ടിവരും. ചെലവ് കോടികളല്ല, ബില്യൺ ഡോളർ വരെ എത്തുമെന്നാണ് വിദഗ്ധരുടെ കണക്ക്. ഇത്രയും പണം ചെലവഴിച്ചാലും അത് വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ടൈറ്റാനിക് ഒരു സാധാരണ കപ്പൽ മാത്രമല്ല, അത് ആയിരക്കണക്കിന് മനുഷ്യരുടെ അവസാന വിശ്രമ സ്ഥലമാണ്. അവിടെ ജീവൻ നഷ്ടമായ പലരുടെയും മൃതദേഹങ്ങൾ കാലക്രമേണ ഇല്ലാതായെങ്കിലും ആ സ്ഥലം ഇന്നും ഒരു സമുദ്ര ശവകുടീരമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പല ചരിത്രകാരന്മാരും ഗവേഷകരും പറയുന്നത് ടൈറ്റാനിക്കിനെ അതേപടി സംരക്ഷിക്കണം എന്നതാണ്. അതൊരു മ്യൂസിയത്തിലെ വസ്തുവല്ല, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ദുരന്തങ്ങളുടെ സാക്ഷ്യമാണ്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ടൈറ്റാനിക് ഓരോ വർഷവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദ്രത്തിലെ സൂക്ഷ്മജീവികളും ഉപ്പുവെള്ളവും ചേർന്ന് ഇരുമ്പ് വിഘടിപ്പിക്കുന്നു. ഇതേ വേഗത്തിൽ നാശം തുടർന്നാൽ വരും ദശകങ്ങളിൽ കപ്പലിന്റെ വലിയ ഭാഗങ്ങൾ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗവേഷകർ ഇന്ന് അതിന്റെ ത്രിമാന സ്കാനുകളും ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങളും ശേഖരിക്കുന്നത്, ഭാവി തലമുറകൾക്കായി അതിന്റെ ഡിജിറ്റൽ രേഖകൾ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ടൈറ്റാനിക്കിനെ പുറത്തെടുക്കാത്തത് ഒരു കാരണത്താലല്ല, അത് അതീവ ആഴത്തിലാണ്. അവിടുത്തെ സമ്മർദ്ദം അതിശക്തമാണ്. കപ്പൽ വളരെ ദുർബലമായിരിക്കുന്നു. അതൊരു സമുദ്ര ശവകുടീരവും ചരിത്ര പൈതൃകവുമാണ്. അതുകൊണ്ട് തന്നെ ലോകം ടൈറ്റാനിക്കിനെ പുറത്തെടുക്കുന്നതിന് പകരം അതുള്ളിടത്ത് തന്നെ പഠിക്കാനും സംരക്ഷിക്കാനുമാണ് മുൻഗണന നൽകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടൈറ്റാനിക്കിനെ പുറത്തെടുക്കാൻ ശ്രമിക്കണോ, അതോ അത് ചരിത്രത്തിന്റെ ഭാഗമായി സമുദ്രത്തിനടിയിൽ തന്നെ തുടരണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള ചരിത്ര രഹസ്യങ്ങളും കൗതുകകരമായ സംഭവങ്ങളും അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കണും അമർത്തൂ.